ഹായ് ലിനി. ഹായ്. ഓക്കെ, ലിനിക്ക് ഈ മൈൻഡ് റീഡിംഗ് വിശ്വാസം ഉണ്ടോ? മൈൻഡ് പവർ, മൈൻഡ് റീഡിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വിശ്വസിക്കാൻ മാത്രം എന്തെങ്കിലും മുൻപ് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. പിന്നെന്താ വിശ്വാസം? വീഡിയോസും ഇതൊക്കെ കാണുമ്പോ അങ്ങനെ മൈൻഡ് റീഡ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ടല്ലോ. അങ്ങനെ പറയാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം ആണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലിനിയുടെ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലാ? ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിനിയോട് ചോദിക്കും, അപ്പോൾ അതനുസരിച്ചിട്ട് ലിനി റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലിനിയുടെ മൈൻഡിനെ നന്നായിട്ട് നമ്മൾ പവർ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യാം. വിഷ്വലൈസേഷൻ ചെയ്യണം, കുറേ ഘട്ടങ്ങളുണ്ട് നമുക്കത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലിനിയുടെ മൈൻഡിലേക്ക് ഒരു സംഖ്യ ബിലോ 100 ഒരു സംഖ്യ മനസ്സിലേക്ക് കൊണ്ടുവരും. വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ലിനി ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ 3 പ്രഡിക്ഷൻസ് ഉണ്ട്, ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, എന്തോ ആവാം, നോക്കാം നമുക്ക്. ഓക്കെ, ആ സംഖ്യ ലിനി മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, അതിനെ കണ്ടുകൊണ്ടിരിക്കുക. സംഖ്യ കണ്ടു, വീണ്ടും 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 കാണുന്നുണ്ട്. സംഖ്യ ബിലോ 10 ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാനിവിടെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ, സംഖ്യ ബിലോ 10 ആണെന്ന് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ നമ്മുടെ ഓഡിയൻസ് കുറച്ചിരിക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ അവർക്കും കൂടി വിശ്വാസം ആവണല്ലോ. മീൻസ് ഇപ്പൊ ഞാൻ ഇത് പ്രഡിക്ഷൻ നമ്മൾ നോക്കുമ്പോ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കും കൂടി അറിയണം. കാരണം വേറൊരു സംഖ്യ വിചാരിച്ചിട്ട് ചിലപ്പോ അതല്ലാന്ന് മാറ്റി പറയാം. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ സംഖ്യ എത്രയാണെന്നൊന്ന് പറയാമോ? ഇപ്പൊ പറയണം. 5. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, 5 ആണ് സംഖ്യ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്, എനിക്കിഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇഷ്ടമുള്ളൊരു ഫ്രണ്ട് ഏതായിരിക്കാം? ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, സ്കൂളിൽ പഠിച്ച ഫ്രണ്ട് ആയിരിക്കാം, കോളേജിൽ പഠിച്ച ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, വേഗം കൊണ്ടുവന്നു, വളരെ വേഗം കൊണ്ടുവന്നു. ഓക്കെ, ഇത്ര ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആണോ? ആണ്. ഓക്കെ 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 ഓക്കെ, ഇനി ആ ഫ്രണ്ടിനെ ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ ഫ്രണ്ടായിട്ടുള്ള നല്ല മൂവ്മെന്റ്സ്, മീൻസ് ഈവൻസ്, ആ ഫ്രണ്ടായിട്ട് ഒരുമിച്ച് നടക്കുന്നത്, ഒരുമിച്ച് പോകുന്നത് കൊണ്ടുവന്നു. കുറച്ച് ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഫ്രണ്ടായിട്ടുള്ള നിമിഷങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടിരുന്ന മെമ്മറിയിൽ ആലോചിച്ചുകൊണ്ടിരുന്നോ? കുഴപ്പമില്ല, സമയം കൊടുക്കും, ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ചെയ്തു, കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഒന്ന് തന്നെ നോക്കിയേ. ഓക്കെ ഓക്കെ, മറ്റൊരു പ്രഡിക്ഷൻ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഓഡിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടിയിട്ട്. ആ ഫ്രണ്ടിന്റെ പേര് ഒന്ന് പറയാമോ? ഹിമ. ഓക്കെ, ഹിമ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണോ? ആണ്. ഓക്കെ, നല്ല ഇഷ്ടമാണോ ഫ്രണ്ടിനെ? നല്ല ഇഷ്ടമാണ്.
ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. ലാസ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്, ഫൈനലായിട്ട് നമുക്കൊരു കാര്യം കൂടിയുണ്ട്. ലിനിയർ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് മീൻസ് ഇപ്പൊ ഓർമ്മയിൽ വരുന്ന ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഓക്കെ, കൊണ്ടുവന്നു. ഞാൻ മൊമെന്റ് ഒന്ന് കണ്ടുകൊണ്ടിരുന്നേ. കണ്ണു തുറന്നോ? കണ്ണു തുറന്നിട്ട് കണ്ടുകൊണ്ടിരുന്നു. ബുദ്ധിമുട്ടുണ്ടോ കണ്ണു തുറന്നിട്ട് കാണാൻ? ഇല്ല, കണ്ണു തുറന്നിട്ട് ഓരോ 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 ഓരോരോ സീൻസും ആ മൊമെന്റിലെ രാവിലെ മുതൽ അധികം സമയം ഉണ്ടെങ്കിൽ രാവിലത്തെ മൊമെന്റോ ഉച്ചക്കലത്തെ മൊമെന്റോ ഏതാണെങ്കിലും, ഫുൾ ഡേ നിൽക്കുന്ന മൊമെന്റ് ആണെങ്കിൽ അങ്ങനെ കുറച്ചധികം കാണാം. ഫുൾ ഡേ നിൽക്കുന്ന മൊമെന്റ് ആണത്. ഓക്കെ, ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോ ശരിയായിരിക്കുമോ എന്റെ പ്രഡിക്ഷൻ? അറിയില്ല. നമുക്ക് ഓരോന്നെടുക്കാം. നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ചോദ്യം എന്തായിരുന്നു? നമ്പർ, ഒരു ഡിജിറ്റ്സ് ഓർക്കാനായിട്ട് ബിലോ 100 വരുന്ന നമ്പർ ഓർക്കാനായിരുന്നു. ഓക്കെ, എത്രയായിരുന്നു പറഞ്ഞത്? 5. ഓക്കെ, സെക്കൻഡ് വൺ കുറച്ചും കൂടി ടാസ്ക് ഉള്ള കാര്യമാണ്. സെക്കൻഡ് നമ്പർ, ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, മനസ്സിലേക്ക് എത്തിയ ഒരു ഫ്രണ്ട് അല്ലേ? ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു, വെളിപ്പെടുത്തി. എന്തായിരുന്നു അത്? ഹിമ. ഹിമ. തേർഡ് വൺ മീൻസ് എന്തായിരുന്നു? മൊമെന്റ്. മൊമെന്റ് നന്നായിട്ട് വിഷ്വലൈസേഷൻ ചെയ്ത് മനസ്സിൽ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു അത്. ലൈഫിലെ ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഓക്കെ, അത് ഏതാണെന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ഒന്ന് പറഞ്ഞോ. മാരേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സന്തോഷായോ? എന്താ കൈയൊക്കെ വിറക്കിണ്ടല്ലോ? പേടി കൊണ്ടാണോ അതോ സന്തോഷം കൊണ്ടാണോ? ഇതുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഓക്കെ, ശരി.